ആനന്ദ് കൊച്ചുകൂടി ഇവിടെ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അത് പരിഹാസ്യമാവണ്ണം കോടതിയിൽ നിലനിൽക്കാതെ പോയി. ഏതൊക്കെ തരത്തിൽ വഴി നോക്കുന്നു. വീണ്ടും അതേ വകുപ്പിട്ട് അടുത്ത മാധ്യമപ്രവർത്തകർക്ക് കേസെടുക്കുക, വീണ്ടും പരിഹാസ്യമാകാൻ നിൽക്കുക. ഈ പറയുന്ന കാരണഭൂതൻ പോലെയുള്ള വിളികൾ അത് വ്യക്തിപൂജയാണെന്ന് മനസ്സിലാക്കാതിരിക്കുക. കേസെടുക്കലടക്കം അമിതാധികാര പ്രയോഗമാണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാകാതിരിക്കലാണോ, അതോ ഇത് പാർട്ടിയാണ്, സർക്കാരാണ്, ചട്ടക്കൂടാണ്, അതുകൊണ്ട് അതിനെയൊക്കെ ന്യായീകരിക്കാൻ വിധിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ, അതോ ഇതൊക്കെ മോശം പ്രവണതയാണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാകാതിരിക്കുന്ന ഒരു സംഘമായി മാറുന്നുണ്ടോ അവർ? ശ്രീ ആനന്ദ് കൊച്ചുകൂടി. അല്ല, ഈ ഗോവിന്ദൻ മാഷ് ഇവിടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ പല ഉന്നതരും, അത് മുൻകാല CPM സഹയാത്രികരായിരുന്ന പിൽക്കാലത്ത് VS പക്ഷത്തിൻ്റെ കൂടെ പുറത്തുപോയ ആൾക്കാരും അങ്ങനെയുള്ള ഉമേഷ് ബാബു അല്ലെങ്കിൽ അങ്ങനെ പലരും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ MV ഗോവിന്ദൻ ഒരു തിരുത്തൽ ശക്തിയാവും. പാർട്ടിയിൽ കോടിയേരി ബാലകൃഷ്ണനെ പോലെ പിണറായി വിജയൻ പറയുന്നത് മാത്രം വേദവാക്യമാക്കി എടുത്ത് പാർട്ടികളുടെ നയരൂപീകരണത്തിന് MV ഗോവിന്ദൻ അദ്ദേഹം നിന്ന് കൊടുക്കില്ല എന്നുള്ള ഒരു അഭിപ്രായം അവരൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. അതിപ്പോൾ ഉമേഷ് ബാബു ആണെങ്കിലും ഡോക്ടർ ആസാദ് ആണെങ്കിലും എനിക്കൊന്ന് CR വരെ അങ്ങനെ കരുതി കാണും. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. അതിനേക്കാൾ ഒന്നുകൂടി ശക്തമായിട്ട് പിണറായി വിജയൻ പറയുന്നത് മാത്രം അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കൽപ്പനകൾ മാത്രം പാലിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു പാർട്ടി സെക്രട്ടറിയായി ദൗർഭാഗ്യവശാൽ ഗോവിന്ദൻ മാഷ് മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഇപ്പോൾ CPM വിചാരിക്കുന്നത് ഇവിടെ 50% പേരുടെ വോട്ട് അത് ഏത് തരത്തിലാണെങ്കിലും, അത് സാമം ദാമം ഭേദം ദണ്ഡം ഏത് ഉപകരണം ഉപയോഗിച്ചും അത് പിടിച്ചെടുത്താൽ പിന്നെ അവർക്ക് എന്തും ചെയ്യാം. മാധ്യമപ്രവർത്തകരെ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ മാധ്യമപ്രവർത്തകരോടുള്ള സമീപനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അത് കേരളത്തിൽ വർഗീയ ഫാഷിസമുണ്ട്, വർഗീയത ഇല്ലാത്ത ഫാഷിസമുണ്ട്. കേന്ദ്രത്തിൽ വർഗീയ ഫാഷിസമാണെങ്കിൽ കേരളത്തിൽ വർഗീയത ഇല്ലാതെ ഫാഷിസം നടപ്പാക്കാം എന്നാണ് CPM കരുതുന്നത്. ബംഗാളിലെ കാര്യമൊക്കെ അവർ വിസ്മരിച്ചു പോയി. ബംഗാളിൽ അന്ന് മഹാശ്വേത ദേവി പറഞ്ഞ് അത് വിമർശനം തൊടുത്തപ്പോൾ ഇടതുപക്ഷ സഹയാത്രികയായിരുന്ന ജ്ഞാനപീഠ അവാർഡ് ജേതാവ് കൂടിയായിരുന്ന മഹാശ്വേത ദേവി അന്ന് വിമർശനം ഉന്നയിച്ചപ്പോൾ അന്ന് ആരും അത് ചെവിക്കൊണ്ടില്ല. പക്ഷേ അതിനുശേഷം ഇപ്പോൾ CPM-നെ അവിടെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. സോവിയറ്റ് യൂണിയനിൽ ഇപ്പോൾ 5-6% വോട്ടാണ് അന്നത്തെ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ കിട്ടുന്നത്. ഇനി കേരളത്തിലെ അവസ്ഥ ഇപ്പോഴെങ്കിലും ഇതുപോലെയുള്ള കേരളത്തിൻ്റെ കുലപതിയായിട്ടുള്ള MT വാസുദേവൻ നായർ, M മുകുന്ദനെ പോലെയുള്ള ആൾക്കാർ, കഴിഞ്ഞ ദിവസം T പത്മനാഭൻ മാതൃഭൂമിയിൽ മുൻ പേജിൽ തന്നെ കണ്ണൂര് ഒരു പ്രതിഷേധത്തെ നേരിട്ടതിനെ കുറിച്ച് അദ്ദേഹം ദ്രൗപദിയുടെ വസ്ത്രാപഹരണത്തെ ആയിട്ട് താരതമ്യപ്പെടുത്തി എഴുതിയിരുന്നു. ഇതുപോലെയുള്ള വലിയ സ്റ്റാച്ചറുള്ള എഴുത്തുകാർ പറയുന്നതെങ്കിലും ഇപ്പോൾ CPM ഇത് കൂലങ്കഷമായി ചിന്തിച്ച് ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ അവസാന മിനിറ്റുകളാണ് എനിക്ക് നമുക്ക് റെജി ലൂക്കോസിലേക്ക് ഒന്ന് പോകണം. കാര്യം എന്താണ്, റെജിയുടെ ഒറ്റയ്ക്കായതുകൊണ്ട് റെജി ലൂക്കോസ് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, എനിക്കിത്ര പറയാനുള്ളത് ഈ ചർച്ചയിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞു. കേരളത്തിലും ഒരു അജണ്ട BJP-യുടെ RSS-ൻ്റെയും ഏതാണ്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് ചില മാധ്യമങ്ങൾ വഴങ്ങിക്കൊടുത്തിരിക്കുന്നത് ഭയം കൊണ്ടാണ് മറ്റെന്താണെന്ന് നമുക്കറിയാം. ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അതായത് ഏത് ജനമാണെങ്കിലും വിശ്വസിക്കുന്നത്. CPM പാർട്ടി പ്രവർത്തകർ പോലും വിശ്വസിക്കുന്നത് റെജി ലൂക്കോസിനെ യഥാർത്ഥത്തിൽ റെജി ലൂക്കോസ് പോലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ റെജി ലൂക്കോസ് പോലും അങ്ങനെ കരുതുന്നില്ല. റെജി ലൂക്കോസ് ഒരു വാദമുഖം ഉന്നയിക്കാൻ വേണ്ടി വെറുതെ പറയുന്ന ഒന്നുള്ളൂ. അങ്ങനെ ഒരു ജനവും കരുതുന്നില്ല, ഒരു പാർട്ടി പ്രവർത്തകരും കരുതുന്നില്ല. ഈ പറയുന്ന വിഗ്രഹാരാധനയും ഈ പറയുന്ന വ്യാജ സ്തുതിവാഴ്ത്തു പാട്ടൊക്കെ ഒന്നാം തരം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പണിയാണെന്ന് അറിയാവുന്ന നല്ല ഇടതുപക്ഷ ബോധ്യമുള്ള മനുഷ്യരുണ്ടെന്ന് അവരെ വില കുറച്ച് കാണിക്കല്ലേ? അവരെ വില കുറച്ച് കാണില്ലേ? നരേന്ദ്രമോദി എന്ന ഏകാധിപതിയെ കുറിച്ച് പറയേണ്ട സമയത്ത് പറഞ്ഞ ആളാണെന്ന് ഞാൻ. സർ, പറയേണ്ട സമയത്ത് കൃത്യമായി പറഞ്ഞിട്ടുള്ള മാധ്യമപ്രവർത്തകൻ തന്നെയാണ് ഞാൻ. അടിയുറച്ച ബോധത്തിൽ പറയാൻ കഴിയും. അത് പിണറായിയെ പറ്റി പറയുമ്പോൾ മോദിയെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുന്നുണ്ടോ? സിആർ എന്താണ്? ശരി, സിആർ എന്താണ്? കേരള രാഷ്ട്രീയത്തിന് നൽകിയൊരു സംഭാവന സമ്പാദാത്മകതയാണ്. സമ്പാദാത്മകത ഇല്ലാതാക്കുക. ഞങ്ങളുടെ നേതാവ്
പാർട്ടി ചെയ്യുന്നതൊക്കെ ശരിയാന്ന് പറയുക. ഇത്തരത്തിലൊരു രാഷ്ട്രീയ ശരി. ഓക്കെ. എന്തായാലും പറഞ്ഞിരിക്കുന്നത് എം ഡി വാസുദേവൻ നായരെ പോലെ എം മുകുന്ദനെ പോലെ ലീലാവതി ടീച്ചറെ പോലെ എം കെ സാനുമാഷെ പോലെയൊക്കെയുള്ള തലപ്പൊക്കമുള്ള കേരളത്തിന്റെ ധൈഷണിക തലപ്പൊക്കങ്ങളാണ്. ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞവർക്കും അറിയാം, അത് കേട്ടവർക്കും അറിയാം. ആത്മപരിശോധന നടത്തുമെങ്കിൽ അത്രയും നല്ലത്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റ് അണ്ടിക്കറിയിച്ചു തരും. നമസ്കാരം.